ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്ക് മഞ്ഞുമലയിൽ പോകണം എന്നുള്ളൊരാഗ്രഹം. നമ്മുടെ അവിടെ പിന്നെ കാശ്മീർ പോകണമെങ്കിൽ കേരളത്തിൽ പോകണമെങ്കിൽ നല്ലൊരു ചിലവാകുമല്ലോ. യൂറോപ്പിൽ വന്നിട്ട് അത് സാധ്യമാകുമെന്ന് വിചാരിച്ചിട്ട് 3 വർഷമായി. കാരണം ഞാൻ നിൽക്കേണ്ടത് മാൾട്ടയിലാണ്. മാൾട്ടയിൽ മൈനസ് വരെ ഡിഗ്രി വരും, പക്ഷേ ചുറ്റും കടലായതുകൊണ്ട് ഐസാവില്ല. അപ്പോൾ അങ്ങനെ മാൾട്ടയിൽ നിന്ന് ഇവിടെ ഇറ്റലിയിൽ വന്നതിനാണ് പിന്നെ നമുക്ക് മഞ്ഞ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മാൾട്ടയിൽ നിന്ന് ഇറ്റലിക്ക് വരാൻ വേണ്ടി നോക്കിയപ്പോൾ 100-150 യൂറോ, നമ്മുടെ നാട്ടിലൊരു 20,000 രൂപയുടെ അടുത്ത് ചിലവ് വരും. അങ്ങനെ നോക്കി മാൾട്ടയിൽ ഒരു 1.5 വർഷത്തോളം ജോലി എടുത്ത് മാൾട്ടയിൽ വെച്ച് സാധിച്ചില്ല. അങ്ങനെ അവസാനം വീണ്ടും നമ്മൾ ഇറ്റലിയിൽ ജോലി കിട്ടി. ഇറ്റലിയിൽ വന്ന ഏരിയയിലാണെങ്കിൽ അവിടെ മഞ്ഞില്ല, ഫുള്ള് മൗണ്ടൻസാണ്. ഫുള്ള് നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടല്ലേ, ഹൈ റേഞ്ചും അങ്ങനത്തെ ഒക്കെ ആയിട്ട്. പക്ഷേ മഞ്ഞ് ഇവിടെ വീണ്ടും കുറവ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ അവസാനം ഇവിടെ നിന്ന് ഒരു മലയാളികളെല്ലാവരും കൂടിയിട്ട് ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു പാക്കേജ് ട്രിപ്പ് അവർ സെറ്റ് ചെയ്ത് മഞ്ഞുമലയ്ക്ക് 30 യൂറോയുടെ ഫുഡടക്കം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് 1-ാം തീയതി നാളെ പോവാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഫുള്ള് മഞ്ഞുമലയിൽ തകർക്കുന്ന ഇന്നത്തെ കാണാം. എൻ്റെ വളരെ കാലത്ത് ആഗ്രഹം, ചെറുപ്പം മുതലുള്ള ആഗ്രഹം, യൂറോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് നടക്കാത്തൊരു ആഗ്രഹമാണ്. നമ്മൾ മഞ്ഞുമലയിൽ പോയി ആർമതിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഈ എപ്പിസോഡ് കാണാം. റൂമിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള പോക്കാണ്. ട്രെയിൻ പിടിക്കട്ടെ വേഗം പോയിട്ട്. അപ്പോൾ നമുക്കുള്ള ട്രെയിൻ വന്നു, എന്തോ വരുന്ന ട്രെയിൻ. അപ്പോൾ അങ്ങനെ ട്രിപ്പ് ടു മഞ്ഞുമല.
ചെറുപ്പം മുതലുള്ള ആഗ്രഹം നമ്മൾ സഹായിച്ചിരിക്കുകയാണ്. മഞ്ഞിൻ്റെ ലോകത്ത് വന്നേക്കാണ്. ഫുള്ള് മഞ്ഞിനെ നമ്മൾ കിടന്ന് അറുമാദിക്കുകയാണ്. അടിപൊളി കേട്ടോ. ലൈഫിൽ ഒരു തവണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. അടിപൊളി ചുറ്റും മഞ്ഞ്. 3 വർഷമായിട്ട് യൂറോപ്പിലെന്തെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ മഞ്ഞ് കാണുന്നത്. ഇനിയിപ്പോൾ സ്കേറ്റിംഗ് ഉണ്ട്, അതായിട്ട് കാണുന്ന പരിപാടിയാണ്. അതുപോലെ റോപ്പ് ഉണ്ട്, റോപ്പ് വയൽ മഞ്ഞിൻ്റെ ഏറ്റവും മലയുടെ മുകളിലേക്ക് പോകുന്ന പരിപാടിയാണ്. അടിപൊളി മഞ്ഞിൻ്റെ ലോകത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരുന്ന പുസ്തകത്തിൽ അവിടെയൊക്കെ കണ്ടിരുന്ന മഞ്ഞ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാണ്. 3 വർഷമായിട്ട് നമ്മൾ യൂറോപ്പിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ മഞ്ഞുമല കാണുന്നത് കേട്ടോ. ഭയങ്കര അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശും ചിലവുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയൊക്കെയാണ്. അവസാനം നമ്മൾ ചുരുങ്ങിയ ചിലവിനൂടെ എത്താൻ പറ്റി. അടിപൊളി, ഒരു രക്ഷയില്ല. ഫുള്ള് മഞ്ഞ് റോഡിൻ്റെ സൈഡിലൊക്കെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ മഞ്ഞ് കടകൾ വാരി കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞ്. അടിപൊളി. ഏതാണ്ട് നമ്മുടെ കൽക്കണ്ടം പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ്. ഇവിടെയൊക്കെ താന്നു പോകും. നോക്കണോ? അടിപൊളി, ഫുള്ള് മഞ്ഞിട്ടാ. ഇവിടുന്ന് കേബിൾക്കാർ കയറി ഈ മലയുടെ ടോപ്പിലോട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോസുകൾ. 15 യൂറോന് നമ്മൾ ഈ ഹെയറിൻ്റെ ഏറ്റവും ടോപ്പിലിട്ടാ. മഞ്ഞുമലയിൽ വന്നിട്ട് റോപ്പ് വേ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 15 യൂറോന് നമുക്കിത് കിട്ടി. അടിപൊളി, ഫുള്ള് മഞ്ഞ് കേട്ടാ. കൈയൊക്കെ ചെറിയൊരു മരയപ്പുണ്ട്. സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതിലാദ്യമായിട്ട് നമ്മൾ മഞ്ഞുമലയിൽ വന്നിട്ട് റോപ്പ് വേ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല മിതമായിട്ടുള്ള തണുപ്പുള്ളോ. ഒരു രക്ഷയില്ല, ഫുൾ ഐസ് കേട്ടോ. രക്ഷയില്ല, ഫുള്ള് മഞ്ഞ്. റോപ്പിൽ വന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. വലിയൊരു മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞിൻ്റെ ഫുള്ള് പോന്നിരുന്ന ബ്രേക്ക് കിട്ടിയിട്ട് നേരെ താഴെ പോകും. നമ്മുടെ ഫുൾ ടീം അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇറങ്ങും. വലിയൊരു മല, മഞ്ഞിന്റെ മല പൊത്തി പിടിച്ച് കയറിക്കൊണ്ടിരിക്കണേട്ടാ. പോയാ താഴേക്ക് എത്തും. കേറി വരാനായിട്ട് എളുപ്പമാണ്. മലയുടെ ടോപ്പ് എത്തിക്കാണ്. നടന്ന് കയറി ഭയങ്കര ഡേഞ്ചറിന് കേട്ടോ. ചെറിയൊരു സെൽഫിഷിക്ക് മാത്രം കുത്തി പിടിച്ച് കയറി പോന്നെ. ഒരു മഞ്ഞുമലയുടെ ടോപ്പിലെത്തി നിൽക്കണേ. സംഭവം സ്ലിപ്പായ നേരെ താഴെ കിടക്കണ്ടാവും. നല്ല ഈസി ആയിട്ട് താഴേക്ക് എത്താൻ പറ്റും. ഒരു ലെവലിലൂടെ കുത്തി പിടിച്ചിരിക്കണ. വെറൊരു സെൽഫിഷിക്ക് മാത്രം കയ്യിൽ പിടിച്ചേക്കണ കേട്ടോ. ആൾക്കാർക്ക് ഇരുന്ന ഇഴയിൻ്റെ ഇവിടെ എത്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേബിൾക്കാർ വഴിതേ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്ന ടൗണിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ ബസ്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് പരിപാടി കുറച്ച് കഴിയുമ്പോൾ തീരും. ഇനി അവിടെ പോയിട്ട് ഇനി സ്കേറ്റിംഗ് കൂടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് ബാലൻസ് ഒക്കെ മറ്റേ ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ വടി കുത്തി പോകുന്ന ടൈപ്പിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ വരെ വന്നിട്ട് ഞാൻ ചെയ്യാണ്ട് പോയ മോശമാതിരി അതും കൂടി പടയ്ക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നിൽക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്കിപ്പോൾ കാണാം. നമ്മളിത് കേബിൾക്കാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, ഫുള്ള് ഇറക്കം. മൊബൈലൊക്കെ ഡേഞ്ചറായിട്ട് നമ്മൾ പിടിച്ചാണ്. മഞ്ഞ് കണ്ടില്ല.
മഞ്ഞോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഇത്തവണത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വണ്ടി റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.